ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കോളേജിൽ കുറച്ച് മെമ്മറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മളെ ബ്രില്യൻ പാലയുടെ യൂട്യൂബ് ചാനൽ പോലെ ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ. ശരിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി നീറ്റിൽ പഠിക്കുന്ന കുട്ടികളെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ ഇഗ്നോർ ചെയ്യുമ്പോൾ എനിക്കെൻ്റെ ഒരു വിഷമം. കാരണം എനിക്ക് എന്നെ തന്നെയാണ് ഞാൻ അവരിൽ കാണുന്നത്. ഞാനും നീറ്റിൻ്റെ സമയത്തൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, പരക്കന്മാരിങ്ങനെ ഓടി നടക്കുമായിരുന്നു. എനിക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എത്ര മാർക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരു പരിധി വിട്ട് ഇങ്ങനെ വെപ്രാളം കാണിക്കരുത്. എനിക്ക് ആദ്യം അതാണ് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടില്ല, നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിനിടയ്ക്ക്, അതായത് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ തന്നെ അത്യാവശ്യം നല്ല സമയമുണ്ട്. അത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വരാനും നല്ല സമയമുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഏതൊക്കെ കോളേജിൽ എത്ര മാർക്ക് വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്, അതായത് നിങ്ങളുടെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ വേണം. അതായത് എത്ര മാർക്ക് വരെ നമുക്ക് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടും, ആ ഒരു ഐഡിയ വേണം. പക്ഷെ ഇങ്ങനെ പരക്കം പറഞ്ഞ് ആ കോളേജിൽ എത്രയാണ്, ഈ കോളേജിൽ എത്രയാണ്, അതിനുള്ള സമയമല്ല ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് ചേച്ചിയെപ്പോലെ ഞാൻ പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൻ്റെ കോറിഡോറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബഹളമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ഇപ്പം കുറച്ച് കഴിഞ്ഞ വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവരിൽ കുറച്ച് പേരുടെ പേരും എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ കോഴ്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ MBBS ആണ്. ഞാൻ പഠിക്കുന്നത് ശ്രീനാരായണ മെഡിക്കൽ കോളേജിലാണ്. കോളേജ് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ഥലം ചോദിക്കുന്നവരോട് ഞാനൊരു കൊല്ലംകാരിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് പേര് ലോണിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇതിലും കൂടെ പറയാം. അതായത് നമുക്ക് ലോണ് കിട്ടും. അതായത് MBBSൻ്റെ നമുക്ക് മൊത്തം 5.5 വർഷത്തെ കോഴ്സാണ് MBBS. അതിൽ 4.5 വർഷമാണ് നമ്മൾ പഠിക്കുന്നത്, ബാക്കി 1 വർഷം ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഈ 4.5 വർഷത്തെ കോഴ്സ് ഫീ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ വെച്ച് അടയ്ക്കാൻ പറ്റും. ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു 9.14 ലാക്കൊക്കെ വരും. അതായത് 9,40,000 വരും. അപ്പോൾ അതിൽ നമുക്ക് 1,80,000 ഹോസ്റ്റൽ ഫീ ആണ്. അപ്പോൾ നമ്മൾ ഡേ സ്കോർ ആകുമ്പോൾ 7 ലാക്ക് സംതിങ് വരും. അത് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ വെച്ച് അടയ്ക്കാൻ പറ്റും. ഹോസ്റ്റൽ ഫീയും കൂടെ ചേർത്ത് വരെയും എഡ്യൂക്കേഷൻ ലോൺ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ വഴി എമൗണ്ട് കിട്ടത്തില്ല. കാരണം നമ്മളിവിടെ ജോയിൻ ചെയ്ത് ഇവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ കോളേജിൽ കുറച്ച് പേപ്പേഴ്സ് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്തായാലും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ 7 ലാക്ക് സംതിങ് അടയ്ക്കണമല്ലോ. അതപ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നമുക്ക് ലോൺ സാങ്ഷനായി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തിരിച്ച് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ കോളേജിൽ കൊണ്ട് അടയ്ക്കാനായിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ലോൺ സാങ്ഷൻ ആവത്തില്ല. കാരണം കോളേജിൽ കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവത്തുള്ളൂ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അതായത് നമുക്ക് 4.5 വർഷത്തേക്ക് ലോൺ കിട്ടും. ബാക്കി 1 വർഷം ഇൻറ്റേൺഷിപ്പാണ്. അത് നമുക്ക് സ്റ്റൈഫൻഡോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് പേര് ഫൈനൽ ഇയറിലാണോ സ്റ്റൈഫൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ ഇയറിലല്ലടാ, ഹൗസ് സർജൻസി സമയത്താണ്. അതായത് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത്. അപ്പം നമ്മൾ 4.5 വർഷത്തേക്കുള്ള ലോൺ വയ്ക്കും. നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്ത് കോളേജിൽ കുറച്ച് പേപ്പേഴ്സ് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഈ 7 ലക്ഷം രൂപ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് അടയ്ക്കണം. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ലോൺ സാങ്ഷനായിട്ട് അത് കിട്ടും. അപ്പോൾ എന്തെങ്കിലും കടം മേടിച്ചിട്ടൊക്കെയാണ് കൊണ്ട് അടയ്ക്കുന്നതെങ്കിൽ നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് വേറെ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. EWS കാറ്റഗറിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് EWS കാറ്റഗറിയിൽ നമുക്ക് ഫീസ് റിഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ. EWS കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഫീസ് റിഡക്ഷൻ ഒന്നുമില്ല. നമ്മൾ എല്ലാവരും അടയ്ക്കുന്ന, അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും അടയ്ക്കുന്ന ഫീസ് തന്നെ അടയ്ക്കേണ്ടി വരും. വേറെ റിഡക്ഷൻ ഒന്നുമില്ല. നമുക്ക് ആകെ ഒരു ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ജനറൽ കാറ്റഗറി ഇവിടെ അലോട്ട് ചെയ്യുന്ന റാങ്കിനെക്കാട്ടിലും കുറച്ചും കൂടെ താഴെ റാങ്ക് മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഫീസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ കുറച്ച് പേര് ചേച്ചി ഇത്ര മാർക്ക് കിട്ടിയാൽ MBBS അഡ്മിഷൻ കിട്ടുമോ, ചേച്ചി ഇത്ര മാർക്ക് കിട്ടിയാൽ സെൽഫിന് MBBS അഡ്മിഷൻ കിട്ടുമോ, സെൽഫിൽ VBSന് കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മാർഗ്ഗമുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലിലാണെങ്കിലും അവർ ലാസ്റ്റ് റാങ്കേ തരത്തുള്ളൂ. ആ റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് അവർ പറയത്തില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ചെന്നിട്ട്, അതായത് നമ്മുടെ കീമിൻ്റെ സൈറ്റിൽ ചെന്നിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കണം. ലാസ്റ്റ് റാങ്ക് ഒരു PDF കിടപ്പുണ്ട്. ആ PDF നമുക്ക് ആ റാങ്ക് കിട്ടുമല്ലോ.
ആ റാങ്ക് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഏറ്റവും ലാസ്റ്റ് പോയ റാങ്ക് നിങ്ങൾക്കത് നമ്മുടെ കാറ്റഗറി അനുസരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അത് പിൻ ചെയ്ത് വെച്ചേക്കാം. അതായത് ആ PDF-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കുക. അതിൽ നമുക്ക് ആ ഒരു റാങ്ക് മനസ്സിലാവും, നമുക്ക് ഇത്രയാണ് കഴിഞ്ഞ വർഷം പോയ റാങ്ക്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് നീറ്റ്, അതായത് കീമിൻ്റെ സൈറ്റിൽ തന്നെ നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. കാറ്റഗറി ലിസ്റ്റിൽ നമ്മൾ നമ്മുടെ നീറ്റിൻ്റെ റാങ്കും നീറ്റിൻ്റെ റാങ്കല്ലടാ, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ നീറ്റിൻ്റെ സ്കോറും കേരള റാങ്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കേരള റാങ്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നീറ്റിൻ്റെ സ്കോറും നോക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്കൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ആദ്യം നമ്മൾ സൈറ്റിൽ ചെന്നിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന് നമ്മുടെ റാങ്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ഇന്ന കാറ്റഗറിയിൽ ഇത്ര റാങ്ക് അങ്ങനെ നോക്കണ്ട, പൊതുവേ റാങ്ക് മൊത്തത്തിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ ഡൗൺ ആവുന്നു, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്. ഇവിടെ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ടുള്ള പഠിത്തമൊക്കെ മതി. എടാ പറയുന്നത് എനിക്ക് ഇപ്പം ഇത് പറയുമ്പം എനിക്കറിയാം നിങ്ങൾ പറയും ചേച്ചി നമ്മുടെ ആഗ്രഹമാണ്. എടാ എന്തിരുന്നാലും ഈ ലോകത്ത് MBBS മാത്രമല്ലല്ലോ, എന്തുമാത്രം കോഴ്സ് ഉണ്ട് അതിൻ്റെ താഴെ. ഞാൻ തന്നെയാണെങ്കിലും ഇപ്പം MBBS ആയിരുന്നു എൻ്റെ ആഗ്രഹം കൂടിയെങ്കിലും ഞാൻ BDS പോകാനായിട്ട് വില്ലിങ് ആയിരുന്നു. ഞാനവിടെ 14 ദിവസം ക്ലാസ്സിനും പോയതാണ്. 2 ആഴ്ചയോടെ ഞാൻ അവിടുത്തെ ക്ലാസ്സിനും പോയതായിരുന്നു. ഞാൻ അവിടുത്തെ ഫീമെയിൽ റെപ്പ് കൂടിയായിരുന്നു. അപ്പം നമ്മളതല്ല, ഇപ്പം നമ്മുടെ സാഹചര്യങ്ങളാണ്. നമുക്കിപ്പം നമ്മൾ ശ്രമിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം. നമ്മൾ അതേ കൊണ്ടേ പോകും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുമാത്രം നല്ല കാര്യങ്ങളുണ്ടടാ. ഇപ്പം നിങ്ങൾ നീറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാ ഡിഗ്രിക്ക് പോകും, എന്നിട്ട് വല്ല UPSC ഒക്കെ എഴുതിയെടുക്കുക. ഡോക്ടറെക്കാട്ടിൽ എന്ത് നല്ല പൊസിഷനാണ് IAS ഓഫീസറൊക്കെ, എത്രയോ പേർക്ക് കിട്ടുന്നുണ്ട്. ചുമ്മാ ഇത് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, ടഫാണ് എക്സാമൊക്കെ. പക്ഷെ ഞാൻ പറയുവാണ്, ഈ നീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊരു അവസാനത്തെ വാക്കല്ല. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു അവസാനത്തെ വാക്കല്ല. MBBS ഞാൻ പറയട്ടെ, ഇപ്പോൾ ആയുർവേദം എടുക്കുന്നവരാണെങ്കിലും BDS എടുക്കുന്നവരാണെങ്കിലും അവരൊക്കെ ആയുർവേദം ആഗ്രഹിച്ചിട്ട് പോയി എടുക്കുന്നതാണോ? അല്ല, അവരെല്ലാം MBBS വേണ്ടിയിട്ട് പഠിച്ചിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ എടുക്കുന്നവരാണ്. എല്ലാവരും ഞാനങ്ങനെ പറയത്തില്ല. ആയുർവേദം ആഗ്രഹിച്ച് പോയി എടുക്കുന്നവർ കുറച്ച് പേര് കാണും. എന്നാലും ഭൂരിഭാഗം പേരും ഇപ്പോൾ ഈ MBBS അതൊക്കെ കിട്ടാതാവുമ്പോഴല്ലേ നമ്മൾ പോയി ആയുർവേദവും വെറ്റിനറിയൊക്കെ എടുക്കുന്നത്. അവരതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നില്ലേ എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഫുൾ അങ്ങ് തീർന്നു പോവുകയാണോ? അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. അതായത് MBBS എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അവസാനത്തെ വാക്കല്ല. MBBS കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചാവാനോ അങ്ങനെ സൂസൈഡ് ചെയ്യാനോ അതിൻ്റെ ഒന്നും കാര്യമില്ലടാ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആകെ ലൈഫിൽ ഒരു 10, 20 അല്ലെങ്കിൽ 21 കൊല്ലവേ ആയിട്ടുള്ളൂ. ഇനി എന്തുമാത്രം ലൈഫ് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ദൈവം എന്തോ വെച്ചേക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് പോയി നമുക്ക് കിട്ടുമെന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ ആഗ്രഹമാണെങ്കിൽ നമ്മൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ആ ഒരു ഗോളിൽ നിന്ന് മാറിപ്പോവാതിരുന്നാൽ മതി. ഇൻ കേസിൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പോയി വേറെ വല്ല കോഴ്സ് എടുക്കും. എന്താ ലോകത്ത് ഡോക്ടർമാർ മാത്രമേ ജീവിക്കുന്നുള്ളൂ? അങ്ങനെ ഒന്നും ഇല്ലടാ. കൂളായിട്ടിരിക്കുക, കൂളായിട്ട് പഠിക്കുക. അപ്പം ശരിയാടാ, ടാറ്റാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് സമയം ഉള്ള രീതിയിൽ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യും.